ഇനി പ്രവാസ ലോകത്തെ വാർത്തകൾ. ഇറാനിൽ രഹസ്യ ആക്രമണം നടത്തി ബഹ്റൈനും കുവൈറ്റും. ഇറാനിലെ ഡ്രോൺ മിസൈൽ സംഭരണ കേന്ദ്രങ്ങളും മറ്റ് സൈനിക താവളങ്ങളും ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. അമേരിക്ക ഇറാൻ സംഘർഷം രൂക്ഷമാകുന്നതിനിടെ ഇറാനെതിരെ ഗൾഫ് രാജ്യങ്ങൾ രഹസ്യമായി സൈനിക നീക്കം നടത്തിയതായി റിപ്പോർട്ട്. ഈ മാസം ആദ്യം ബഹ്റൈനും കുവൈറ്റും ചേർന്ന ഇറാനിലെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ രഹസ്യമായി വ്യോമാക്രമണം നടത്തിയതായാണ് അമേരിക്കൻ മാധ്യമമായ വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാനിലെ ഡ്രോൺ മിസൈൽ സംഭരണ കേന്ദ്രങ്ങളും മറ്റ് സൈനിക താവളങ്ങളും ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. ഓപ്പറേഷന്റെ ഭാഗമായി UAE ഇറാനെക്കുറിച്ചുള്ള രഹസ്യാന്വേഷണ വിവരങ്ങളും വ്യോമ പ്രതിരോധവും നൽകി. ഇറാനിൽ നിന്ന് തുടർച്ചയായ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നതോടെയാണ് തിരിച്ചടിക്കാൻ ബഹ്റൈനും കുവൈറ്റും തീരുമാനിച്ചതെന്ന് റിപ്പോർട്ട് പറയുന്നു. അമേരിക്കൻ യൂറോപ്യൻ നിർമ്മിത യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണം. ഗൾഫ് രാജ്യങ്ങളിലെ US സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ തിരിച്ചടി ആരംഭിച്ചതായി ഇറാന്റെ വിപ്ലവ ഗാർഡ് പ്രഖ്യാപിച്ചു. ബഹ്റൈനിലെ US സൈനിക താവളത്തിന് നേരെയും ആമസോണിന്റെ ഡാറ്റാ സെന്ററിന് നേരെയും ആക്രമണം നടത്തിയതായി ഇറാൻ അവകാശപ്പെട്ടു. ഇതേ തുടർന്ന് ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയം ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകുകയും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സൗദിയിൽ ഇൻവോയ്സിംഗ് അടുത്ത ഘട്ടം 2027 ഫെബ്രുവരി 1 മുതൽ ആരംഭിക്കും. വാർഷിക വരുമാനം 1,87,500 റിയാൽ ലഭിക്കുന്നവർക്ക് ബാധകം. വരുമാനം അടിസ്ഥാനമാക്കി സ്ഥാപനങ്ങൾക്ക് ഇലക്ട്രോണിക് ഇൻവോയ്സിംഗ് നിർബന്ധമാക്കുന്ന പദ്ധതിയുടെ രണ്ടാം ഘട്ടം അടുത്ത വർഷം ആരംഭിക്കാനൊരുങ്ങി സൗദി അറേബ്യ. അടുത്ത വർഷം ഫെബ്രുവരി 1 മുതൽ നിയമം പ്രാബല്യത്തിലാകും. സൗദി സക്കാത്ത് ടാക്സ് ആൻഡ് കസ്റ്റംസ് അതോറിറ്റിയുടേതാണ് തീരുമാനം. 2022 മുതൽ 2025 വരെയുള്ള വർഷങ്ങളിലെ ഏതെങ്കിലും വർഷത്തിൽ 1,87,500 റിയാലിൽ കൂടുതൽ വരുമാനം നേടിയ സ്ഥാപനങ്ങൾക്കാണ് ഇലക്ട്രോണിക് ഇൻവോയ്സിംഗ് നിർബന്ധമാക്കുക. ഇത്തരത്തിലുള്ള എല്ലാ സ്ഥാപനങ്ങളുടെയും ഇൻവോയ്സിംഗ് സംവിധാനങ്ങൾ അതോറിറ്റിയുടെ ഫാത്തൂറ പ്ലാറ്റ്ഫോമുമായി ബന്ധിപ്പിക്കണം. ഘട്ടം ഘട്ടമായാണ് ഇലക്ട്രോണിക് ഇൻവോയ്സിംഗ് രാജ്യത്ത് നടപ്പാക്കുന്നത്. രണ്ടാം ഘട്ടത്തിന്റെ മാനദണ്ഡങ്ങളാണ് നിലവിൽ മന്ത്രാലയം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആദ്യഘട്ടം ആരംഭിച്ചത് 2021 രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷ, തട്ടിപ്പുകൾ കുറയ്ക്കുക, ഗുണഭോക്താക്കളുടെയും വ്യാപാരികളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുക, സാമ്പത്തിക ഒഴുക്ക് ഡിജിറ്റലൈസ് ചെയ്യുക തുടങ്ങിയവയുടെ ഭാഗമായാണ് തീരുമാനം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സൗദിയിൽ സന്ദർശക വിസ അബ്ഷീർ വഴി ഓൺലൈനായി പുതുക്കാം. പൗരന്മാർക്കും പ്രവാസികൾക്കും പാസ്പോർട്ട് ഓഫീസുകൾ നേരിട്ട് സന്ദർശിക്കാതെ തന്നെ നടപടികൾ പൂർത്തിയാക്കാം. സിംഗിൾ മൾട്ടിപ്പിൾ വിസിറ്റ് വിസകൾ ദീർഘിപ്പിക്കുന്നതിനുള്ള സേവനങ്ങൾ അബ്ഷീർ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കിയതായി സൗദി പാസ്പോർട്ട് ജനറൽ ഡയറക്ടറേറ്റ് അഥവാ ജവാസാത്ത് അറിയിച്ചു. പൗരന്മാർക്കും പ്രവാസികൾക്കും ജവാസാത്ത് ഓഫീസുകൾ നേരിട്ട് സന്ദർശിക്കാതെ തന്നെ നടപടികൾ എളുപ്പത്തിൽ പൂർത്തിയാക്കാൻ ഇതിലൂടെ സാധിക്കും. വിസയുടെ സ്പോൺസറുടെ അബ്ഷീർ അക്കൗണ്ട് വഴിയാണ് ഈ സേവനം പ്രയോജനപ്പെടുത്തേണ്ടതെന്ന് ജവാസാത്ത് X പ്ലാറ്റ്ഫോം വഴി വ്യക്തമാക്കുന്നു. ഇതിനായി സന്ദർശകന്റെ പേരിൽ അടയ്ക്കാത്ത ട്രാഫിക് പിഴകൾ ഉണ്ടാകരുത്. കൃത്യമായ കാലാവധിയുള്ള മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം. വിസ ദീർഘിപ്പിക്കുന്നതിനുള്ള ഫീസ് അടച്ചിരിക്കണം. കൂടാതെ പാസ്പോർട്ടിന് പ്രാബല്യമുണ്ടായിരിക്കണം എന്നിവയാണ് പ്രധാന നിബന്ധനകൾ. അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് സന്ദർശകൻ സൗദി അറേബ്യയ്ക്കുള്ളിൽ ഉണ്ടായിരിക്കണം. വിസയുടെ കാലാവധി അവസാനിക്കാൻ 7 ദിവസമോ അതിൽ കുറവോ ബാക്കിയുള്ളപ്പോഴോ അല്ലെങ്കിൽ വിസ കാലാവധി കഴിഞ്ഞ് 3 ദിവസത്തിനുള്ളിലോ മാത്രമേ നീട്ടാനുള്ള അപേക്ഷ സമർപ്പിക്കാൻ കഴിയൂ. അബ്ഷീർ പ്ലാറ്റ്ഫോമിൽ പ്രവേശിച്ച് മൈ സർവീസസ് എന്ന വിഭാഗത്തിൽ നിന്ന് പാസ്പോർട്ട് തിരഞ്ഞെടുത്ത് അതിലെ വിസിറ്റേഴ്സ് സർവീസസ് വഴിയാണ് ഇതിനായുള്ള നടപടികൾ പൂർത്തിയാക്കേണ്ടതെന്നും ജവാസാത്ത് കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.